ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ പലപ്പോഴും പേഷ്യൻസ് എത്തുമ്പോൾ പൊതുവെ ഡോക്ടേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഈ ടെൻഷൻ, അതായത് അമിതമായിട്ടുള്ള ടെൻഷൻ സഹിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് ഇവർക്കുണ്ടാവുന്ന ചില സിംറ്റംസ്, അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്ത് നമുക്ക് വേദനകൾ അനുഭവപ്പെടുന്നത് പോലെയും ക്ഷീണവും തലപെരുപ്പും കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടായിരിക്കും പലപ്പോഴും പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്ത് പൊതുവെ സംഭവിക്കുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു പ്രവണത എന്ന് പറഞ്ഞാൽ, പേഷ്യൻ്റ് വന്നിട്ട് ഈ ടെൻഷൻ്റെ കാര്യം പൊതുവെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറയത്തില്ല. അതിന് പകരമായിട്ട് ഇവരെന്ത് ചെയ്യും, നേരെ വരും, എന്നിട്ട് പറയാം, ഡോക്ടറെ ഭയങ്കര തലപെരുപ്പാണ്, എനിക്ക് ക്ഷീണമാണ്, തലവേദന പോലെ തോന്നുന്നുണ്ട്, തല ചുറ്റുന്നത് പോലെ തോന്നുന്നുണ്ട്, എപ്പോഴും അങ്ങ് കിടന്നാൽ മതിയെന്ന് തോന്നും. പൊതുവെ ഈ സമയത്ത് പലപ്പോഴും ഡോക്ടേഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പ് ഇട്ട് കൊടുക്കുകയോ, അല്ലെങ്കിൽ ട്രിപ്പ് ഇട്ട് കഴിയുമ്പോൾ ഒന്ന് ക്ഷീണത്തിൻ്റെ അകത്തൊരു കുറവ് വരും. അതുപോലെ തന്നെ ഇവർക്ക് തലകറക്കത്തിനോ അല്ലെങ്കിൽ തലവേദനയ്ക്കോ ശരീരം വേദനയ്ക്കോ ഉള്ള മരുന്നുകൾ കൊടുത്തു വരെ വിടും. 2-3 ദിവസം കഴിയുമ്പോഴേക്കുന്നത് വരെ നമുക്ക് ഈ പറയുന്ന മരുന്നുകളിൽ വെച്ചിട്ട് ഇവർക്ക് ഈ അസുഖങ്ങളൊന്നും കാണത്തില്ല. പക്ഷേ ഈ മരുന്ന് അങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും അസുഖം ഇതുപോലെ തന്നെ അങ്ങ് തിരിച്ചു വരും. അതായത് നമ്മളിപ്പോൾ ഒരു ഓഫീസിലോ വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു സ്ട്രെസ്സ് വരുന്ന ഒരു ഫാക്ടർ നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് എതിരെ വന്നു കഴിഞ്ഞാൽ പൊതുവെ സംഭവിക്കുന്നത് പെട്ടെന്ന് ക്ഷീണം വരും, തളർച്ച വരും, ഒരു ഉന്മേഷക്കുറവ് വരും. എങ്ങനെയെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒന്ന് കിടന്ന് കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഓടി എത്തി ഒന്ന് നമ്മുടെ ബെഡിലൊന്ന് കിടന്നാൽ മതി. ഇല്ലെങ്കിൽ പെട്ടെന്ന് നെഞ്ചിടിക്കുന്നത് പോലെ തോന്നും, നെഞ്ചിലെന്തോ കയറ്റി ഒരു ഭാരം ഇരിക്കുന്നത് പോലെയോ, ചിലപ്പോൾ നമുക്ക് ഛർദ്ദിക്കാനായിട്ട് തോന്നും. പക്ഷെ ഓർക്കാനം പോലെ വരും, ഛർദ്ദിക്കത്തില്ല. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ തലപെരുപ്പും മറ്റു പ്രശ്നങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. കാരണം മനസ്സിലാക്കാതെ മരുന്ന് കഴിച്ചാൽ വെറുതെ മരുന്ന് കൊണ്ട് കഴിച്ച് നമുക്ക് ഇങ്ങനെ പോകാം. ഇല്ല, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളൊന്ന് ചേഞ്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ സാധാരണ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സ്ട്രെസ്സ് അഥവാ ടെൻഷൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പൊതുവെ നമുക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള നിലയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി തന്നെ നമുക്കൊരു അപകട സാധ്യത ഉണ്ടാകുന്നു എന്നൊരു മുന്നറിയിപ്പ് തരുന്നതിന് വേണ്ടിയിട്ട് സ്ട്രെസ്സ് കൂട്ടും. അതായത് ഇതിൻ്റെ അകത്ത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് അവിടെ നിന്ന് മാറുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അലാം നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു വാർണിംഗ് കിട്ടി കഴിയുമ്പോഴേക്കാണ് നമ്മൾ പൊതുവെ ആ ഒരു സ്ഥലത്ത് നിന്ന് മാറാനായിട്ട് വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ ഓക്സിജൻ്റെ സപ്ലൈ നമുക്ക് കൂടുതലായിട്ട് വേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ മസിൽസിന് കൂടുതലായിട്ട് ഈ ഓക്സിജൻ സപ്ലൈ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടി ഷാർപ്പായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്സിജൻ സപ്ലൈ കൂടുതലായിട്ട് വരും. അതായത് ഇത്തരത്തിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ വേണ്ടി വർക്ക് ചെയ്യേണ്ട ഓർഗൻസിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ നല്ല രീതിയിൽ കൂട്ടുകയും മറ്റ് ഓർഗൻസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയ്ക്കുക. അതുകൊണ്ടാണ് നമുക്ക് ടെൻഷനോ ആൻസൈറ്റിയോ ഉള്ള സമയത്ത് നമുക്ക് അധികം വിശക്കുന്നില്ല എന്ന് പറയുന്നത്. കാരണം വയറിലേക്ക് ആ സമയത്ത് കൂടുതലായിട്ട് വേണ്ട ബ്ലഡ് സപ്ലൈ നമുക്ക് കിട്ടുന്നതിൻ്റെ അകത്തൊരു കുറവ് വരും. അപ്പോൾ ഇവിടെ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും തമ്മിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബാലൻസിൻ്റെ അകത്ത് ഒരു വേരിയേഷൻ ഉണ്ടാവാനും അതിനുശേഷമാണ് നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രീതിയിലേക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഫിസിയോളജിക്കലി മനസ്സിലാക്കാനുള്ളത്. അതായത് ഇതൊരു മാരകമായ രോഗമല്ല എന്ന് നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫലപ്രദമായിട്ടുള്ള ഓരോ മാർഗങ്ങൾ, അതായത് ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാം എന്നുള്ളൊരു കാര്യം പറയാം. നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വൈറ്റമിൻ ഡിയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ ക്രമാതീതമായിട്ട് കുറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുള്ള ഹോർമോൺസ് ഉണ്ട്. അതായത് ഒന്ന് സെറാട്ടോണിനും ഒന്ന് മെലാട്ടോണിനും. അതായത് സെറാട്ടോണിനെ ഹാപ്പിനെസ് ഹോർമോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹാപ്പിനെസ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറയുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്താലും ഒരു സന്തോഷം കിട്ടത്തില്ല. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം പൈസയൊക്കെ കയ്യിലുണ്ട്, വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് കുടുംബജീവിതം പോകുന്നതെങ്കിലും നമുക്ക് ഒന്നുമില്ലായ്മ എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടാവും. അതായത് ഒന്നിനോടും ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് വരും. അതിനോടൊപ്പം തന്നെ ഈ മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്കത്തെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ മെലാട്ടോണിൻ കുറയുമ്പോഴേക്കും നമുക്ക് ഉറക്കക്കുറവും വരും. അപ്പോൾ സന്തോഷവും ഇല്ല, അതിനോടൊപ്പം തന്നെ ടെൻഷനും കൂടുന്നു, ഉറക്കവും കിട്ടുന്നില്ല.
പൊതുവേ നമ്മളൊരു രോഗിയാണ് എന്ന് ചിന്തിപ്പിച്ച് തുടങ്ങാം, മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്ന് നമ്മൾ മനസ്സിലാവും. അപ്പോൾ ചിലർ അങ്ങനെയാണെങ്കിൽ ചോദിക്കും, ഡോക്ടറെ വൈറ്റമിൻ ഡി എനിക്ക് നോർമലാണ്, പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഈ പറയുന്ന പ്രശ്നം ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, കോർട്ടിസോൾ ഹോർമോൺ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുന്നു, അതായത് സെക്രീഷൻ ടെൻഷൻ കൊണ്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്നത് ഈ സെറാട്ടോണിനും മെലാട്ടോണിനും പെട്ടെന്ന് കുറഞ്ഞു പോകാനുള്ളൊരു സാധ്യത, അതായത് താഴ്ന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന സെയിം പ്രശ്നങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. ചിലർക്കൊക്കെ ഈ ലൈംഗികപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിൽ സെറാട്ടോണിനും മെലാട്ടോണിൻ്റെയും കുറവ് കൊണ്ടും അതുപോലെ തന്നെ കോർട്ടിസോൾ അമിതമായിട്ട് കൂടിയിട്ട് ടെസ്റ്റോസ്റ്റിറോൺ താഴ്ന്നു പോകുന്നത് കൊണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ജസ്റ്റ് ഒരു ഇൻഫോർമേഷന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നോക്കാനുള്ളത്, നിങ്ങളുടെ ബി പി ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബി പി നോർമലായിരിക്കും, ലക്ഷണങ്ങളെല്ലാം ബി പി ഉള്ളതുപോലെ തന്നെ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ ഒരു ബ്രീത്തിങ് എക്സർസൈസിലേക്ക് നമ്മൾ പോവുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട്, നമുക്കിപ്പോൾ ഒരു ടെൻഷൻ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ നേരെ ഇരുന്നതിന് ശേഷം നമ്മുടെ ശ്വാസം ഇങ്ങനെ 1 2 3 4 5 എന്ന് എണ്ണിക്കൊണ്ട് ഒരു 15 സെക്കൻഡ് കൊണ്ട് ഉള്ളിലേക്ക് നമ്മുടെ ശ്വാസം എടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു 5 സെക്കൻഡ് നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് നിർത്തുക. അതിനുശേഷം സാവധാനം നമ്മുടെ ശ്വാസം പുറത്തേക്ക് ഒരു 15 സെക്കൻഡോളം എടുത്തുകൊണ്ട് തന്നെ നമ്മൾ വിടുക. അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് ഒരു ഓക്സിജൻ്റെ ഒരു സപ്ലൈ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ 3 മുതൽ ഏകദേശം 5 സിറ്റിംഗ് വരെ നമ്മളിങ്ങനെ ശ്വാസം എടുത്ത് വിടുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്സിജൻ സപ്ലൈ പ്രോപ്പർ ആവുകയും നമുക്ക് പുതിയ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മാറിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ളത് 1 2 3 4 5 6 ഇത് ഈ ഒരു അളവിൽ നമ്മളിങ്ങനെ 1 2 എണ്ണില്ല. അപ്പോൾ മനസ്സിൽ നമ്മളിങ്ങനെ 100 വരെ എണ്ണുക. അതിനുശേഷം 100-ൽ നിന്ന് നേരെ ബാക്കിലോട്ട് 99 98 ഇങ്ങനെ എണ്ണിക്കൊണ്ട് 1-ലേക്ക് തിരിച്ചെത്തുക. അപ്പോൾ നമ്മുടെ ഈ ചിന്ത പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ എണ്ണുന്നത്. ഇപ്പോൾ എണ്ണാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു വാക്ക്, നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്ന ഒരു വാക്ക് ഒരു പേപ്പറിലേക്ക് ഒരു 10 20 പ്രാവശ്യം നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് മാറിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ വന്ന സിറ്റുവേഷൻ നമ്മൾ ഓവർകം ചെയ്യണം. അതായത് പെട്ടെന്ന് ഇപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഇഷ്ടമുള്ള ആരോടെങ്കിലും സംസാരിക്കുക, ഇല്ല എങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് നടക്കുക, ഇല്ലെങ്കിൽ നമ്മളൊരു പുറത്തേക്ക് പോയി എന്തെങ്കിലും ഒന്ന് കഴിക്കാനുള്ള ഒരു ഇഷ്ടമാണ് വരുന്നതിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാനുള്ള താല്പര്യമാണ് വരുന്നതെങ്കിൽ അങ്ങനെ. അതായത് നമ്മളിപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വിഷയം സ്പോട്ടിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു വിഷയത്തിലേക്ക് എൻഗേജ് ചെയ്യുന്നത് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ടെൻഷൻ പെട്ടെന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ഇങ്ങനെ ഒരു ടെൻഷൻ നമ്മുടെ ശരീരത്തെ ബാധിച്ചാൽ പൊതുവെ എല്ലാവരും പറയുന്നത് നമുക്ക് പെട്ടെന്ന് കിടക്കാനായിട്ട് തോന്നുമെന്നാണ്. പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് കൂടുതൽ, അതായത് കോൺട്രാക്ട് ചെയ്ത് ഇരിക്കാനാണ് സാധ്യത. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ശരീരത്തിന് ഉണ്ടാകുന്ന വേദനകളും അതുപോലെ തന്നെ കഴപ്പും വർദ്ധിക്കാനാണ് സാധ്യത. അതായത് മസിലിൻ്റെ ആ പ്രവർത്തനത്തെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ കുറച്ച് സമയം നടക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ട വ്യായാമം, അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വ്യായാമത്തിലേക്ക് പെട്ടെന്ന് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകുക. പക്ഷെ നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ഷീണം കൊണ്ട് വൈകുന്നേരം വരെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന പ്രശ്നത്തിന് യാതൊരുവിധ വ്യത്യാസവും വരത്തില്ല. അപ്പോൾ നമുക്ക് സൈക്ലിങ്ങോ അല്ലെങ്കിൽ നടത്തമോ ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും തരത്തിലുള്ള എക്സർസൈസുകളിലേക്ക് നമ്മൾ പെട്ടെന്ന് ഒന്ന് മാറുക. അതായത് ശരീരത്തിനെ വാമപ്പ് ചെയ്ത് നിർത്തുക. ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വീട്ടിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ജോയിൻസ് എല്ലാം മൂവ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സർസൈസുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വ്യായാമത്തിലേക്ക് കൂടി നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായിട്ട് ഒന്ന് മാറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ടെൻഷൻ പ്രശ്നങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ആ സമയത്ത് നമുക്കുണ്ടാവുന്ന ക്ഷീണവും തളർച്ചയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും സാധിക്കും. ഒരുപാട് പേരും ഒരു മാരക രോഗം ബാധിച്ചു എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി അവസാനം ഫൈബ്രോമയാൾജിയ പോലുള്ള ഏതെങ്കിലും ഒരു രോഗമായിരിക്കും ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുന്ന. അമിതമായിട്ടുള്ള ടെൻഷൻ കൊണ്ടുണ്ടാവുന്ന ശരീരവേദന എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാത്രമായിരിക്കും ഈ അസുഖത്തെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. മരുന്നുകൾ കുറേ നമ്മൾ വാങ്ങി കഴിക്കും, ഒരു ഡോക്ടറെ കാണും, അസുഖം കുറയും, 2-3 ദിവസം കഴിയും, വീണ്ടും അസുഖം വരും, നമ്മൾ അടുത്ത ഡോക്ടറെ അടുത്തേക്ക് പോകും. ഇങ്ങനെ ഡോക്ടറെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, മരുന്നുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ശരിയായിട്ടുള്ള കാരണത്തിന് നമ്മൾ ചികിത്സ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഈ രോഗം നമ്മളെ വിട്ടുമാറാതെ നിൽക്കുന്നത്. അപ്പോൾ ഒരു മാരക രോഗം ബാധിച്ചു എന്ന് ചിന്തിക്കാതെ
ഇത്തരത്തിലുള്ള ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഈ പ്രശ്നം മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക. കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.